നാട്ടില് കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമം നേരിടാവുന്ന ഒരു കാലാവസ്ഥയിലാണ് ഇപ്പൊ നമ്മളുള്ളത് അല്ലേ. വേനൽ കടുത്തുകൊണ്ടിരിക്കുകയാണ്. ചൂട് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. ക്രമാതീതമായി ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് വെള്ളത്തിന്, കുടിവെള്ളത്തിനും മറ്റാവശ്യങ്ങൾക്കുള്ള വെള്ളത്തിന് ഭയങ്കര കഠിനമായ ക്ഷാമം അനുഭവപ്പെടാൻ മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പണ്ട് മീൻസ് എപ്പോഴും അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവാറുണ്ട്. മഴയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ ജലനിധി പോലുള്ള പദ്ധതികളിൽ കൂടെയൊക്കെയാണ് ഇതൊരു പരിധിവരെ പരിഹരിച്ചുകൊണ്ടിരുന്നത്, വാട്ടർ അതോറിറ്റിയുടെ വെള്ളം. പക്ഷെ അതിനൊരു പരിമിതിയുണ്ട്. അതൊരു പറഞ്ഞ പോലെ ആഴ്ചയിലൊരിക്കലോ 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് നമുക്ക് നമ്മുടെ വീടുകളിൽ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പം പല സ്ഥലങ്ങളിലും അതിന് ബദൽ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ടാങ്കറിൽ വെള്ളമടിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. എന്നിരുന്നാലും കുറേയൊന്നും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ വരാറുണ്ട്. അപ്പം ഞാൻ ഈ എന്താ പറയാ, ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ചെറിയ കനാൽ സിസ്റ്റം കണ്ടിട്ടുണ്ട്. അതായത് ഉപ്പില്ലാത്ത വെള്ളം, അതായത് ഈ പുഴ, കായലല്ല, പുഴകളിൽ നിന്നും വരുന്ന വെള്ളത്തെ അവരൊരു ചെറിയ കനാലിലൂടെ തിരിച്ചു വിട്ട് എല്ലാവരുടെ വീട്ടുമുറ്റത്തും ഒരു നിശ്ചിത സമയത്തേക്ക് വെള്ളം കെട്ടി നിർത്തും. അത് ആ വീടുമുറ്റം അല്ലെങ്കിൽ നിറഞ്ഞു കഴിയുമ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് അടുത്ത വീട്ടിലേക്ക് പമ്പ് ചെയ്ത് വിടുന്നൊരു സിസ്റ്റം. ഞാനത് കണ്ട കാഴ്ചയാണ്. എനിക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല. അപ്പൊ അത് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാം. അത് ഇന്ന പോലെയാണ് അത് ചെയ്യാറുണ്ടെന്നുള്ളത്. അപ്പം ഇപ്പം ഞങ്ങളുടെ പ്രദേശം എന്ന് പറയുന്നത് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലും ഈ പറഞ്ഞ പോലെ പല പ്രദേശങ്ങളിലും വെള്ളത്തിന്റെ ലഭ്യത ഭയങ്കര കുറവായിട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ വാട്ടർ അതോറിറ്റിയാണ് അവർ വെള്ളം കൊണ്ടുവരാറുള്ളതും അവിടുത്തെ വെള്ളത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമുക്ക് നിലവിൽ അങ്ങനെ ഒരു സിസ്റ്റം, ഈ കനാൽ സിസ്റ്റം ഈ പഞ്ചായത്തിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഉണ്ടോന്ന് അറിയില്ല. ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അറിവ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് കായലുണ്ട്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ കായലുണ്ട്, ഉപ്പ് വെള്ളമാണ്. പക്ഷെ നമുക്കതൊരു നമ്മുടെ ഉപയോഗത്തിന് പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. കുടിവെള്ളത്തിനും മറ്റുള്ള ഉപയോഗങ്ങൾക്കൊന്നും ഉപ്പ് വെള്ളം അത്ര അനുയോജ്യമായിട്ട് തോന്നുന്നില്ല. നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഈ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലും അതുപോലെ തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊക്കെയും എന്താ പറയാ, ഒരുപാട് വെള്ളം സ്റ്റോറേജുള്ള സ്ഥലങ്ങളുണ്ട്. അതായത് ഉപയോഗശൂന്യമായി കിടക്കുന്ന പാറമടകളുണ്ട്. അവിടുത്തെ വെള്ളത്തിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ എന്താ പറയാ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ഹ്യൂജാണ്. അത് ലിറ്ററാണോ എന്താ പറയാ, അതേപോലെ അതിന്റെ ഒരു മെഷർമെന്റ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഗ്യാലനാണോ അങ്ങനെയൊക്കെ നോക്കും എന്നറിയില്ല. അതിനെയൊക്കെ കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക്